മരണത്തിനിടയാക്കിയ ശിരൂർ ദുരന്തത്തിന് ഒരു വർഷമാവുകയാണ്. അന്ന് സമാനതകളില്ലാത്ത രക്ഷാദൗത്യത്തിന് മുഖ്യ പങ്ക് വഹിച്ച ഈശ്വർ മാൽപ്പയെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകില്ല. മാൽപ്പയും കുടുംബവുമാണ് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഗംഗാവലി പുഴയിലെ ആഴങ്ങളിൽ അർജുനായി തെരച്ചിൽ നടത്തിയ മാൽപ്പയുടെ ജീവിതം ഇന്ന് മാറി മറിഞ്ഞിരിക്കുകയാണ്. ജന്മനാ കിടപ്പിലായിരുന്ന മകൾ ബ്രഹ്മി മലയാളികളുടെ സഹായഹസ്തത്താൽ ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. മുങ്ങി മരണങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള സൗജന്യ ആംബുലൻസ് സേവനവും ആരംഭിച്ചു കഴിഞ്ഞു. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അർജുനായി തെരച്ചിൽ നടത്തിയ ഈശ്വർ മാൽപ്പയെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവനാക്കി. എന്നാലും നമുക്ക് അറിയാം, ഒരു വർഷം ഇപ്പോൾ ആവുമ്പോൾ, ശിരൂർ ദുരന്തത്തിന് ഒരു വർഷമാകുമ്പോൾ എന്താണ് ഈശ്വർ മാൽപ്പയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഏതായാലും നമുക്കത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്താണ് ഈ ഒരു വർഷമാകുമ്പോഴേക്ക് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒരു വർഷത്തിൽ ഞാനിപ്പോൾ ഒരുപാട് കണ്ട്, ഒരുപാടിന് കേരള ജനങ്ങളൊരു പ്രീതി, മനസ്സ്, പിന്നെ അവരുടെ ബ്ലെസ്സിങ്, അതിനെ ഇപ്പോൾ ഈ ശിരൂരിൽ എപ്പോൾ ഒരാൾ എപ്പോൾ കീഴേ ഉണ്ടോ അപ്പം മേലെ പറഞ്ഞ നിന്ന് ഞാനിപ്പോൾ ജയിച്ച് കണ്ട്. ഞാൻ ഒരുപാട് കീഴേ ഇരുന്ന ആൾ. ആ സമയത്ത് ശിരൂരിൻ്റെ ഒരു വേല ചെയ്ത സമയത്തിൽ ഇങ്ങനെ ഒരു അവഘടപ്പെട്ട് അവർ പ്രിയപ്പെട്ടതിൻ്റെ അർജുൻ്റെ ഒരു ഇതായി. ആ സമയത്തിൽ നമ്മ മൂന്നപ്പെണ്ണ നമ്മളെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പം ഞാൻ ഒരു കീഴെ വീണ ആളിന് മേലെ പൊക്കിയത് കേരള ജനങ്ങൾ. എപ്പോഴും ഞാൻ കേരള ജനങ്ങൾ ഞാൻ മറക്കത്തില്ല. അവരുടെ നെഞ്ചിലെ എപ്പോഴും ഈശ്വർ മാൽപ്പയുണ്ട്. ഇപ്പം ഞാൻ ഒരുപാട് ആൾക്കാരുടെ ബ്ലെസ്സിങ്ങിൽ ഇപ്പം ഞാനൊരു നല്ല കുട്ടി ബ്രാഹ്മി നല്ലതാളുണ്ട്. இப்போ நல்லா இருக்கு. இப்போ பரவாயில்லை. கேரளத்தை ஆளுக்கார நமக்கு ஒரு கிஃப்ட், காட் கிஃப்ட். நம்ம குட்டிகளுக்கு மெடிசன், அப்போ மனஃபண்ண, அப்போ கேரள ஆள்கார், கேரள டாக்டர்ஸு, அப்போ கேரள நியூஸு மீடியாக்காரு, அவரெல்லாம் நமக்கு சப்போர்ட்டு இருக்குது. മസ്ത് സപ്പോർട്ട് ഇരിക്ക്. മുന്നപ്പണ്ണ അവിടെ ഒരു ആശുപത്രിയിൽ കാണിച്ചു കൊടുത്ത് ഫ്രീ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഇത് മനാഫാണ്. മനാഫ് ആദ്യമായാണ് ഒരു വർഷത്തിന് ശേഷം മാൽപ്പയുടെ വീട്ടിലെത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈശ്വർ മാൽപ്പയും അതുപോലെ തന്നെ മനാഫും കണ്ടുമുട്ടുന്നു ഒരു വർഷത്തിന് ശേഷം. എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത്? തീർച്ചയായിട്ടും അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു പ്രയാസപ്പെട്ട സമയത്താണ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈശ്വർ മാൽപ്പ അവിടെ ശിരൂരിലേക്ക് എത്തുന്നത്. അവിടുന്ന് തുടങ്ങുന്ന ഒരു ജൈത്രയാത്രയാണ്, ഒരു സൗഹൃദമാണ് ഈശ്വർ മാൽപ്പേനോടുള്ളത്. പിന്നെ ഈശ്വർ മാൽപ്പേനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാജിക് മാൽപ്പയാണ്. അയാൾ ഏത് കിട്ടാത്ത ഒരു സാധനവും തേടി പിടിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാൾക്ക് ഏറ്റവും വലിയ സ്വകാര്യ ഒരു ദുഃഖം എന്ന് പറയുന്നത് മക്കൾ എന്നുള്ള. ഈ കുട്ടീൻ്റെ ഒരു ഇതുമില്ല, ഇങ്ങനൊന്നല്ലേ ഇനിയും ഒരുപാട് മാറി. പിന്നെ അത് മാത്രമല്ല, ഈ കാലൊക്കെ നല്ല സ്വാധീനം വന്ന് ഇപ്പം എണീച്ച് നിൽക്കണ്, പിടിച്ച് നടക്കണ്. മറ്റേ കുട്ടിയും അതിലും ഒരുപാട് മാറ്റം വന്ന്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ചികിത്സേൻ്റെ ഇതും മാത്രമല്ല, ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ബാക്കി ദൈവം നോക്കിക്കോളും. ഈ ജീവൻ രക്ഷിക്കാൻ അത് വലിയ തോതിലുള്ള ഒരു ആംബുലൻസ് ഉൾപ്പെടെ, പുതിയ ആംബുലൻസ് ഉൾപ്പെടെ ഇപ്പോൾ ഈശ്വർ മാൽപ്പ ഇറക്കിയിട്ടുണ്ട്. അതുകൂടി നമുക്ക്, ആ വിശേഷം കൂടി നമുക്ക് എന്തായാലും കണ്ടിട്ട് വരാം. ഇപ്പോൾ എത്ര ആംബുലൻസ് ഉണ്ട്? ഏത് രീതിയിലുള്ള ആംബുലൻസ് ആണ് ഇപ്പോൾ എന്നോട് ഇപ്പോൾ എൻ്റെ കുട്ടി മരണപ്പെട്ട 4 വർഷമായി. വലിയ കുട്ടി നിരഞ്ജൻ, അവൻ്റെ ഓർമ്മയൊക്കെയായിട്ട് ഇപ്പോൾ വർഷം 4 ആംബുലൻസ് വന്നു. ഇതിപ്പോൾ ഈ ആംബുലൻസ് വെന്റിൽ ICU 1 D ലെവൽ ആംബുലൻസ് തികച്ചും സൗജന്യമായി നൽകുന്ന ഒരു ആംബുലൻസ് ആണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കിടപ്പാടം പോലും പണയം വെച്ച് മാൽപ്പ അത്തരത്തിലുള്ള ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും ഒരുപാട് സൗകര്യങ്ങൾ, ICU ഉൾപ്പെടെ ഒരു മിനി ICU തന്നെയാണ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്സിജൻ സഹായം, വെള്ളത്തിൽ വീണവരെ ഇത്തരത്തിൽ സഹായിക്കാൻ, അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രികളിലെത്താനും അവരുടെ ജീവൻ നിലനിർത്താനുള്ള താൽക്കാലിക സംവിധാനം എല്ലാം ഈ ആംബുലൻസിൽ ഒരുക്കി അത് സൗജന്യമായി കൊണ്ടുപോകുന്ന ഒരവസ്ഥ. എന്തായാലും ഈ ശിരൂർ ദുരന്തത്തിന് ശേഷം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പുതിയ ദൗത്യം, അത്തരം ദൗത്യങ്ങളിലേക്കാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ആംബുലൻസിൻ്റെ ഉത്ഭവമാണ് കണ്ടത്. ജനങ്ങളുടെ ഒരു റെസ്പോൺസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടത്, ഇപ്പോൾ വലിയ ആംബുലൻസ് വാങ്ങിയത് എല്ലാ സപ്പോർട്ട്, ഒരു ബ്ലെസ്സിങ് എല്ലാ കേരള ജനങ്ങളുടെ വലിയ മാറ്റമാണ് ഈശ്വർ മാൽപ്പയുടെ ജീവിതത്തിൽ ശിരൂർ ദുരന്തത്തിന് ശേഷം ഉണ്ടായത്. ഇനിയും അദ്ദേഹത്തിന് ഇത്തരത്തിൽ തന്നെ
ഈ ജീവൻ രക്ഷാ സഹായമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നും നമ്മളും ആശംസിക്കുന്നു. ഈ ഈശ്വർ മാൽപ്പയുടെ വീടിന് സമീപമുള്ള മാൽപ്പ ബീച്ചിൽ നിന്നും KB ബൈജു, News 18.